നമസ്കാരം. ഒരു റിയാലിറ്റി അല്ലെങ്കിൽ യാഥാർത്ഥ്യം, സത്യം നമ്മൾക്ക് വെളിവാക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം റിസോഴ്സുകളാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. 4 വേദങ്ങൾ, 108 ഉപനിഷത്ത്, 18 മഹാപുരാണങ്ങൾ, ഭഗവത്ഗീത, രാമായണം, ഭാഗവതം, ബ്രഹ്മസൂത്രം, ഇതിലെല്ലാം പറയുന്ന ഒറ്റ ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഈ ഗ്രന്ഥങ്ങളെല്ലാം എഴുതപ്പെട്ടത്. പക്ഷെ ആ സത്യം മനസ്സിലാക്കാൻ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ്. ചിലയാൾക്ക് കഥകളിലൂടെ മനസ്സിലാവും, ചിലയാൾക്ക് മന്ത്രങ്ങളിലൂടെ, അല്ലെങ്കിൽ ജീവചരിത്രത്തിലൂടെ, അങ്ങനെ പല രീതികളാണിതിൽ അതുകൊണ്ട് തന്നെ അവലംബിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സത്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ബ്രഹ്മാണ്ടത്തിലാകമാനം നിറഞ്ഞ് നിൽക്കുന്ന ബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നസ്, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം അതിൽ കാണപ്പെടുന്ന ജഡങ്ങളാണ്, ഉണ്ടായി മറയുന്ന ജഡങ്ങളാണ്. അതിനൊന്നും സ്ഥിരത അല്ലെങ്കിൽ അതൊന്നും അനിത്യമല്ല. അനിത്യമായിട്ടുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് കാണാനോ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാനോ, അല്ലെങ്കിൽ അതെന്താണ് നമ്മൾക്ക് സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിനോ ബുദ്ധിക്കോ ഒന്നും ഗ്രഹിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. അതുകൊണ്ടാണിത് പറഞ്ഞു തരാൻ വേണ്ടി ഇത്രയും ഗ്രന്ഥങ്ങൾ നമ്മൾക്ക് എഴുതിയിരിക്കുന്നത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈശോവാസ്യ ഉപനിഷത്തിലെ 1-ാമത്തെ മന്ത്രമാണ്. ആ മന്ത്രം ഇങ്ങനെയാണ്: ഈശോവാസ്യമിധം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീത മാ ഘൃതാ കസ്യ സിദ്ധനം. ഈശോവാസ്യമിധം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീത മാ ഘൃതാ കസ്യ സിദ്ധനം. എല്ലാം ക്ലിയറാണ്. വേദാന്തത്തിലെ സമ്മറിയാണത്. അതായത് ഈശോവാസ്യമിതം സർവം, സർവം എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നുമില്ലല്ലോ. ഈ പ്രപഞ്ചം, ഈ ബ്രഹ്മാണ്ടം, അല്ലെങ്കിൽ ഈ എല്ലാ ഗാലക്സികളുമായി, ഇതം എന്ന് പറഞ്ഞാൽ, ഇതം സർവം എന്ന് പറഞ്ഞാൽ ഈ മുഴുവൻ ഗാലക്സികളിലും ഈശൻ അല്ലെങ്കിൽ ഈശ്വരൻ, അല്ലെങ്കിൽ അത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആ ബോധമാണ്, ബ്രഹ്മം, അത് മാത്രമേ നിറഞ്ഞു നിൽക്കുന്നുള്ളൂ. അപ്പം നിറഞ്ഞു നിൽക്കുന്ന ഓൾ പർവേഡിങ് ആണെങ്കിൽ പിന്നെ അതിലൊരു മൊട്ടുസൂചി കുത്താൻ പോലും സ്ഥലമില്ല. അതാണ് ഇതിൽ പറയുന്നത്. ഒരു മൊട്ടുസൂചി കുത്താൻ പോലും സ്ഥലമില്ലാത്തതിൽ വേറൊന്നും ഉണ്ടാവില്ല. എങ്ങനെ ഉണ്ടാവാനാ? ഉണ്ടെങ്കിൽ അത് തോന്നൽ, അതായത് ഉണ്ടായി മറയുന്നത്. അതിൽ നിന്നുണ്ടാവും, അതിൽ തന്നെ മറയുന്നു. അതിന് നമ്മുടെ ജഡം എന്ന് പറയുന്നു. അപ്പോൾ കോൺഷ്യസ്നസ്സും ജഡവും മാത്രമേ ഈ ബ്രഹ്മാണ്ടത്തിലുള്ളൂ എന്നാണ്. എല്ലാം വായിച്ചാലും അതേ ഉള്ളൂ, വേറെ ഒന്നും അതിൽ പറയുന്നില്ല. ഇത് മനസ്സിലാവില്ല ആർക്കും. അതുകൊണ്ട് മാത്രമാണ് കാരണം ഈ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ കാണാനോ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ഗ്രഹിക്കാനോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ അത് എത്ര ഉണ്ട് എന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കൂല. അതുകൊണ്ടാണ് പല രീതിയുള്ളത് പറയുന്നത്. അപ്പോൾ ഈശോവാസ്യം ഇതം സർവം, ഈ എല്ലാ കോസ്മോസിലും എല്ലാ ഗാലക്സികളിലും നിറഞ്ഞ് ഈ ബ്രഹ്മം അല്ലെങ്കിൽ കോൺഷ്യസ്നസ് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഈശോവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാണ്ടായി, എല്ലായി, സർവമായി. യത്കിഞ്ച ജഗത്യാം ജഗത്. ഇനിയോ തേന തെക്തേന ഭുഞ്ജീത, ഇതല്ല 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 എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ ബോധം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയല്ല, ഈ സൂര്യചന്ദ്രന്മാരല്ല, ഈ നക്ഷത്രങ്ങളല്ല, ഒന്നും അല്ല 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 എന്ന് പറഞ്ഞ് അതിന് വേറൊരു ഇതിന് നേത്തി എന്നാണ് വേദാന്തത്തിൽ പറയുന്നത്. നെഗേറ്റ് ചെയ്യുക, ഇതൊന്നുമല്ല. എല്ലാം നെഗേറ്റ് ചെയ്ത് നോക്കിക്കേ. അവസാനം നമ്മുടെ ശരീരമല്ല, നമ്മുടെ മനസ്സല്ല, നമ്മുടെ ബുദ്ധിയല്ല, ഇങ്ങനെ എല്ലാം ഇങ്ങനെ എന്താണ്, ഒരു വെള്ളത്തിൽ നിന്ന് അതിലുള്ള കരടുകൾ മാറ്റുന്ന പോലെ എല്ലാം മാറ്റി 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 കഴിഞ്ഞാൽ നമ്മൾ ഒരു സത്തിലെത്തും, ആ ഉണ്മയിലെത്തും. എക്സിസ്റ്റൻസ് അതുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ആ എക്സിസ്റ്റൻസിനെ അതിനെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തേന തെക്തേന ഭുഞ്ജിത, ഇതിനെല്ലാം നീക്കിക്കഴിഞ്ഞാൽ അത് നമ്മൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഭുജിക്കാം, അല്ലെങ്കിൽ നമ്മൾ അതിലെത്തുന്നു.
അത് സച്ചിദാനന്ദാണ്. അതിലെത്തിക്കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, വേറെ ബാക്കിയുള്ളതിൽ തോന്നലാണെന്ന് അതിലെത്തിയാലേ മനസ്സിലാവില്ല. പക്ഷേ അതിലെത്തിയ ഒരാൾക്ക് മാത്രമേ അത് അനുഭവിക്കാനാവൂ. തേന തെക്തേന പഞ്ചീത മാ ഘൃത കസ്യ സിദ്ധനും. പിന്നെ വേറെ ഒരു ധനം എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. അതിലെത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിലെത്തിക്കഴിഞ്ഞാൽ മറ്റു ധനങ്ങൾക്കൊന്നൊരു വിലയില്ല. അപ്പോൾ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് നമ്മുടേത് ആ കോൺഷ്യസ്നെസ്, ആ ബോധം, ആ ബ്രഹ്മമാണ്. അതിലെത്തുക എന്നതാണ്. അതിലെത്താൻ വളരെയധികം പ്രയാസമാണ്. ഇല്ലെങ്കിൽ എല്ലാവരും അതിലെത്തുമല്ലോ. വളരെ അപൂർവം ഋഷിമാരോ മറ്റൊക്കെ സമാധിയിലൂടെ അതിലെത്തിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞാൽ എല്ലാ വേദങ്ങളിലും ഉപനിഷത്തിലും പറയുന്ന ഒറ്റ കാര്യം ഇതേ ഉള്ളൂ. ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു ബോധം മാത്രമേ ഉള്ളൂ. അതിലുള്ള ഉണ്ടായി മറയുന്ന ജഡങ്ങളെല്ലാം തന്നെ അനിത്യങ്ങളാണ്. അതിനൊന്നും സ്ഥിരതയില്ല. അതേപോലെ തന്നെ നിശ്ചലത എന്ന് പറയുന്നത് ഈ കോൺഷ്യസ്നെസ് ആണ്. എല്ലാ ചലനത്തിനും ഒരു നിശ്ചലത വേണം. ആ നിശ്ചലത ശാസ്ത്രം അത് കണ്ടെത്തിയിട്ടില്ല. അതിനാണ് ബ്രഹ്മം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതിന് ചലനമോ ഒരനക്കമോ ഇളക്കമോ ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു.